നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ലോഡ്ജിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. ആശുപത്രി ജീവനക്കാരനടക്കം 3 പേർ അറസ്റ്റിൽ. സംഭവം പുറം ലോകമറിഞ്ഞത് 2 ദിവസത്തിന് ശേഷം. നേരത്തെ മുങ്ങുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ കളക്ടർ ജീവൻ ബാബു. ദേശീയപാത വികസനത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും ജില്ലാ കളക്ടർ. നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികം. ഉത്സവാന്തരീക്ഷം പകർന്ന് CPMന്റെ സാംസ്കാരിക ഘോഷയാത്ര. ദേശീയപാത വികസനത്തിന്റെ പേരിൽ വീടും തൊഴിലിടങ്ങളും നഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാൻ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് NH-17 ആക്ഷൻ കൗൺസിൽ. ഈ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടാവണമെന്നും ആക്ഷൻ കൗൺസിൽ. അവഗണനയിൽ വീർപ്പുമുട്ടി മംഗൽപാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ല. ഓണറേറിയം വിതരണം വൈകുന്നു. ആശാ വർക്കർമാർ സമരരംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രി ജീവനക്കാരനടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ച സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ മലയോര പ്രദേശത്തെ 18-കാരിയെയാണ് ലോഡ്ജിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തത്. ആശുപത്രിയിലെ ക്ലീനിംഗ് സ്റ്റാഫിന്റെ നേതൃത്വത്തിലായിരുന്നു പീഡനമെന്ന് പറയപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ജനറൽ ആശുപത്രിയിലെ ക്ലീനിംഗ് സ്റ്റാഫ് അടക്കം 3 പേരെ DYSP MV സുകുമാരനും സംഘവും അറസ്റ്റ് ചെയ്തു. ഉദുമ ബാര സ്വദേശികളായ കുണ്ടംകുളം പാറ ഹൗസിൽ കിഷോർ, KM മഞ്ജുനാഥ്, മൂക്കുന്നോത്ത് ഹൗസിൽ NK അനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. രാജപുരം ഭാഗത്തെ 18-കാരിയുടെ പരാതിയിലാണ് കേസ്. ഈ മാസം 23-നാണ് സംഭവമെന്ന് പറയുന്നു. വയറുവേദനയെ തുടർന്ന് ഇക്കഴിഞ്ഞ 22-നാണ് 18-കാരിയായ യുവതി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിയത്. മടങ്ങിപ്പോകാൻ വൈകിയതിനെ തുടർന്ന് അന്നേ ദിവസം ആശുപത്രിയിൽ പരിചയപ്പെട്ട ഒരു അമ്മയ്ക്കൊപ്പം സ്ത്രീകളുടെ വാർഡിൽ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടെ ആശുപത്രിയിൽ വെച്ച് ക്ലീനിംഗ് സ്റ്റാഫ് കിഷോറിനെ പരിചയപ്പെട്ടു. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് താൻ ഓട്ടോയിൽ പോകുന്നുണ്ടെന്നും അവിടെ ഇറക്കാമെന്നും കിഷോർ പറഞ്ഞുവത്രേ. ഇതേ തുടർന്ന് കിഷോറിനോടൊപ്പം ഓട്ടോയിൽ കയറി. എന്നാൽ നഗരത്തിൽ വെച്ച് 2ഇടങ്ങളിൽ നിന്നായി കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണെന്നും പറഞ്ഞ് മറ്റു 2 പേരെയും കിഷോർ ഓട്ടോയിൽ കയറ്റിയിരുന്നു. 3 ചേർന്ന് പെൺകുട്ടിയുടെ വായമൊടി ബലമായി പിടിച്ചുവെച്ച് നഗരത്തിലെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് 18-കാരിയുടെ പരാതി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. 23-ാം തീയതി കഴിഞ്ഞ 23-ാം തീയതി രാവിലെ ജനറൽ ഹോസ്പിറ്റൽ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ വന്ന ഒരു പെൺകുട്ടിയെ അവിടുത്തെ താൽക്കാലിക ജീവനക്കാരനെ കൊണ്ട് സുഹൃത്തുക്കളെ ചേർത്ത് ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോഡ്ജിൽ വെച്ചിട്ട് 3 പേര് ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. പരാതിയിൽ വനിതാ സെല്ലിൻ്റെ അവർക്ക് മൊഴി രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അത് അയച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ FIR ഇട്ടതാണ്. 376D 506-2 കേട്ടിട്ടുണ്ട്. 506-1 ഇട്ടേക്കുന്നത്. 506-1 കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതികളിപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പെൺകുട്ടിയെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് 164 പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് ഹാജരാക്കിയിട്ടുണ്ട്. നേരത്തെ മുങ്ങുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ജീവൻ ബാബു പറഞ്ഞു. വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 3 മണിക്ക് മുമ്പേ കാസർഗോഡ് കളക്ടറേറ്റിലെ അടക്കം ജീവനക്കാർ മുങ്ങുന്നതായി വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. വൈകി ഓഫീസിലെത്തുന്നത് 3 മണിയാകുമ്പോൾ തന്നെ മുങ്ങുകയും ചെയ്യുന്നത് കാസർഗോഡ് കളക്ടറേറ്റിലടക്കം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ നിത്യശീലമാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സർക്കാർ വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഉദ്യോഗസ്ഥർ നിത്യ കാഴ്ചയാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ആം ആദ്മി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ താക്കീതുമായി നിലയുറപ്പിച്ചിരുന്നു. ഇത് കളക്ടറുടെ കൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പഞ്ചിങ് ഞാനിപ്പോൾ ഓൾറെഡി അവർക്കൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ടൈമിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പഞ്ചിങ് മെഷീൻ്റെ അത് കെൽട്രോണിൻ്റെ ആളെ പിടിച്ച് ഓൾറെഡി നന്നാക്കിയിട്ടുണ്ട്. ഇനി പഞ്ചിങ് നമുക്ക് പിടിക്കാൻ തുടങ്ങാം. ആദ്യം ഒന്ന് പറയണമല്ലോ, നമ്മൾ ഓടിപ്പോയി ഇതാകുന്നതിനേക്കാൾ ഉപരി ഞാൻ ഓൾറെഡി ഇന്നലെ ജില്ലാ DDC ഉണ്ടായിരുന്നു. ജില്ലാ വികസന സമിതിക്ക് മുമ്പുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇവർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചിങ് എന്തായാലും കൃത്യമായിട്ട് നമ്മൾ നോക്കുക. നമ്മുടെ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് വരണം. ജില്ലാതല ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാവണം. ജില്ലാതല ഉദ്യോഗസ്ഥർ താഴെയുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളൊരു കൺട്രോൾ ചെയ്യണം എന്നുള്ള ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ദേശീയപാത വികസന കാര്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ആവശ്യമാണെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ആവുന്നതെല്ലാം ചെയ്യാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. LNH കാസർഗോഡ് ജില്ലയുടെ പൊതുവിലുള്ള ഏറ്റവും നല്ല വികസന പദ്ധതിയായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന നമ്മളെ നാഷണൽ ഹൈവേ വരുന്നത്. ലോങ് ടേമിൽ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ വണ്ടികൾ കുറവായിരിക്കും. ലോങ് ടേമിൽ നമ്മുടെ വഴിയാണ് ബ്ലോക്ക് ആകാൻ പോകുന്നത്. കർണാടക ബ്ലോക്ക് ആവില്ല. കർണാടക ഒരു ഇഷ്യൂ ഇല്ല.
നമുക്ക് മാത്രമാണ് പ്രശ്നം വരിക. അപ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ മറികടക്കണം? നമുക്ക് ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവശ്യമല്ല, ജില്ലയുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾക്കും പുറത്തിറങ്ങണം. അവരുടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു 5 സെൻറ്റ് പോകുന്ന ഒരാൾക്ക് 5 മാത്രം ഉള്ളെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ 10 സെൻറ്റ് ഒരാൾക്ക് 2 സെൻറ്റ് പോയാൽ ബാക്കി 8 സെൻറ്റിന് സ്വാഭാവികമായിട്ട് വിലയും കൂടുന്നതാണ്. അപ്പോൾ ഭരണകൂടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടീവ് ആക്ടിവിറ്റിയും നമുക്ക് ചെയ്യാം. എൻഡോസൾഫാൻ സെല്ലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും ബഡ്സ് സ്കൂളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. നമുക്ക് ജാതിയില്ലാ പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. CPMന്റെ നേതൃത്വത്തിലാണ് സാംസ്കാരിക ഘോഷയാത്രയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. നമുക്ക് ജാതിയില്ലാ പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി CPM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ കീഴിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് വെള്ളിയാഴ്ച സാംസ്കാരിക ഘോഷയാത്രയും സദസ്സും സംഘടിപ്പിച്ചത്. കാസർഗോഡ് വിദ്യാനഗർ ലോക്കൽ കമ്മിറ്റികൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, അതുപോലെ വർണ്ണവിവേചനങ്ങൾ, അത് എല്ലാ തലങ്ങളിലും കൊടികുത്തുവാണിരുന്ന ഒരു കാലമായിരുന്നു പഴയത്. അങ്ങനെയുള്ള ഈ കേരളത്തെ കണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാണ് എന്നുള്ള നിലയിൽ അതിനെ വിശേഷിപ്പിച്ചു. ഈ ഭ്രാന്താലയമാക്കി മാറ്റിയിരുന്ന കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാക്കി മാറ്റുന്നതിന് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ, ആ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിനെല്ലാം അതിലൂടെ ഉയർന്നു വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്, കർഷക, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാമാണ് ഈ മാറ്റത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിന്റെ മുന്നോടിയായി പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ വീടും തൊഴിലിടങ്ങളും നഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്ന് NH-17 ആക്ഷൻ കൗൺസിൽ ജില്ലാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. നിലവിലെ 2 വരി പാത 4 വരിയായി വീതി കൂട്ടാൻ 45 മീറ്റർ വീതിയിൽ ജില്ലയിൽ സ്ഥലം ഏറ്റെടുത്ത് ഡിസംബറിന് മുമ്പായി കുടിയൊഴിപ്പിക്കുമെന്ന വാർത്ത വീടും തൊഴിലിടവും നഷ്ടപ്പെടുന്നവരെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണെന്നും വികസനത്തിന്റെ പേരിൽ വീടും തൊഴിലിടവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ നടപടി കൈക്കൊള്ളണമെന്നും NH-17 ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തരമായി സർക്കാരിൻ്റെ സ്ഥലം തന്നെ 30 മീറ്ററിൽ ഇവിടെ എടുക്കണമെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ 1 ഇഞ്ച് സ്ഥലം കൂടി വേറെ വേണ്ടയില്ല. സർക്കാരിൻ്റെ കൈവശം 30-45 മീറ്റർ വരെ സർക്കാരിൻ്റെ സ്ഥലം ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശമുണ്ട്. അശാസ്ത്രീയ അലൈൻമെൻറ്റിലാണ് ഇപ്പോൾ പ്രൈവറ്റ് സ്ഥലം എടുക്കേണ്ടി വരുന്നുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള സ്ഥലത്ത് കൂടി തന്നെ 6 വരി പാത അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് നാഷണൽ ഹൈവേ കാസർഗോഡ് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ദേശീയപാത 6 വരിയായി വികസിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന സംഘടനയാണ് NH ആക്ഷൻ കൗൺസിൽ. കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ വെങ്ങളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിന് പുതുതായി സാധ്യതാ പഠനത്തിന് ഉത്തരവായിട്ടുണ്ട്. ഏകപക്ഷീയമായി ധാർഷ്ട്യത്തോടെയുള്ള അധികാരികളുടെ നടപടിയിൽ NH ആക്ഷൻ കൗൺസിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ B ഷാഫി ഹാജി, വിശ്വാസ് പള്ളിക്കര, ഖാദർ ഹാജി, പവിത്രൻ, CV ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചികിത്സ തേടി ആരോഗ്യ കേന്ദ്രം. മംഗൽപാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അവഗണനയിൽ വീർപ്പുമുട്ടുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരോ ഉദ്യോഗസ്ഥരോ ഇവിടെ ഇല്ലാത്തത് നാട്ടുകാരിൽ വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. ഉപ്പളയിലെ മംഗൽപാടി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വർഷങ്ങൾക്ക് മുമ്പ് PHC ആയ ഇതിനെ CHC ആയി ഉയർത്തിയെങ്കിലും ഇപ്പോഴും PHCയിലെ അതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 8ഓളം ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ ആശുപത്രി.
ദിനംപ്രതി എന്നോണം 400 പരം രോഗികളാണ് ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നത്. കിടത്തി ചികിത്സയ്ക്കായി നാട്ടുകാർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും വാഗ്ദാനങ്ങളുടെ വലിയ പട്ടിക തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നിരത്തും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം ശ്രദ്ധിക്കുകയില്ല എന്നാണ് വാസ്തവം. ഡോക്ടർ, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ക്ലർക്ക് എന്നിവയിൽ ഒരു നിയമനം പോലും നടത്തുന്നില്ല. 3 ക്ലർക്കുകൾ വേണ്ടെടുത്ത് ഒരാൾ പോലും നിയമിച്ചിട്ടില്ല. ഒരാളെ കരാർ വ്യവസ്ഥയിൽ ജോലിക്കെടുത്തുവെങ്കിലും അവധിയെടുത്തു പോയ അയാൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഒരു ലാബ് ടെക്നീഷ്യൻ മാത്രമാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ളത്. അതും HMC ശമ്പളം നൽകി നിയമിച്ചതാണ്. 3 ഫാർമസിസ്റ്റുകളുടെ സ്ഥാനത്ത് ആളെ നിയമിച്ചിട്ടുമില്ല. CSC ആയി വർഷങ്ങൾക്ക് മുമ്പ് അത് ഉയർത്തപ്പെട്ടെങ്കിലും ഇന്നും PHCയുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ഡോക്ടർമാരുടെ എണ്ണവും അനുബന്ധ സ്റ്റാഫിൻ്റെ എണ്ണവുമാണ് നിലവിലുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ദിവസേന എന്നോണം ഏകദേശം 400ഓളം രോഗികൾ OP വിഭാഗത്തിൽ തന്നെ എത്തിപ്പെടുന്നുണ്ട്. ഇവിടെ ദിവസം കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യത്തിന് നിരവധി കാലമായി ആളുകൾ മുറവിളി കൂട്ടിയിട്ട് പോലും അതിനുള്ള സജ്ജീകരണങ്ങൾ പോലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ആവശ്യാനുസരണം ഡോക്ടർമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും നിയമിച്ചാൽ ജില്ലയിലെ തന്നെ മികച്ച ആശുപത്രിയായി മംഗൽപാടിയെ മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓണറേറിയം വിതരണം ചെയ്യാൻ നടപടിയായില്ല. ആശാ വർക്കർമാർ സമരം തുടങ്ങി. കാസർഗോഡ് ജില്ലാ ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഫെസ്റ്റിവൽ അലവൻസ് 5000 രൂപയാക്കുക, ആശാ വർക്കർമാരെ സ്ഥിരപ്പെടുത്തുക, ഓണറേറിയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം നടത്തിയത്. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചമ്മട്ടംവയലിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് ആശാ വർക്കർമാർ പങ്കെടുത്തു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭാവി തലമുറയുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ലോകാരോഗ്യ സംഘടനയുടെ സഹായത്തോടു കൂടി നടപ്പാക്കുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഈ പദ്ധതി എന്നാണ്. സ്വാഭാവികമായും രാജ്യത്തൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞത് നാട്ടിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ നാട്ടിലെ അമ്മമാരുടെ, സഹോദരിമാരുടെ, ഗർഭിണികളുടെ, അമ്മമാരുടെ, കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയും അതുപോലെ രോഗപ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ സഹകരിക്കണം. ജില്ലാ പ്രസിഡന്റ് ഷീബ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി VV പ്രസന്നകുമാരി, ജയാനാരായണൻ, KCK ഷീബ, ബിന്ദു, ചിന്താമണി, M ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പള ആയില ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്ര മൈതാനം സ്വന്തമാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് ഭക്തജനങ്ങൾ ഓഗസ്റ്റ് 30-ന് നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് സമരം സംഘടിപ്പിക്കുന്നത്. പല പ്രാവശ്യമായി മൈതാനം ക്ഷേത്രത്തിന് വിട്ടു നൽകണമെന്ന് നിവേദനം നൽകിയെങ്കിലും സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിനായി ഐല മൈതാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിനെതിരെയാണ് ഓഗസ്റ്റ് 30-ന് രാവിലെ 10 മുതൽ നിരാഹാര സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൻ്റെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ ചർച്ചയിൽ സമാധാനപരമായ ശാശ്വതമായ തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരോടും MLA-യോടും മന്ത്രിയോടും അഭ്യർത്ഥിക്കുകയാണ്. അതല്ല ബലം പ്രയോഗിച്ചിട്ട് അയില ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് തറക്കല്ലിടുന്നെങ്കിൽ അവിടെ ക്രമസമാധാനത്തിലും തകരും. ആ തകരുന്നെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്തിനും അവിടുത്തെ സർക്കാരിനുമായിരിക്കും. അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ക്ഷേത്ര കമ്മിറ്റിക്കോ ആക്ഷൻ കമ്മിറ്റിക്കോ ഇല്ല. അതുകൊണ്ട് ഈ തീരുമാനം പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ അവരോട് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സുകുമാർ ഉപ്പള, KP വത്സലൻ, മോഹൻദാസ്, ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ വിദ്യാനഗർ ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് യാത്രയപ്പ് സമ്മേളനവും നടന്നു. വെള്ളിയാഴ്ച രാവിലെ NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PV രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് M മാധവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ഗസറ്റഡ് തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം ലഭിച്ച KV ഭക്തവത്സലൻ, NK രാജീവൻ, സർവീസിൽ നിന്നും വിരമിച്ച K ബാലകൃഷ്ണൻ, V അനിൽകുമാർ, P തമ്പാൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. രക്തദാനത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അസോസിയേഷൻ ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് PV സന്തോഷ് കുമാറിനെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രസിഡന്റ്
NGO അസോസിയേഷന്റെ 42ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ബ്രാഞ്ച് തലം മുതൽക്കുള്ള സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MP കുഞ്ഞിമൊയ്തീൻ, KC സുജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 3-നാണ് നഗരസഭ ഹാളിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ മാറിവന്ന LDF സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ദുരിതബാധിതരോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിനെതിരെ ദുരിതബാധിതരും അവരുടെ അമ്മമാരും സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിച്ചിരുന്നു. സമരത്തിന് ബഹുജന പിന്തുണയേറി വരുന്നത് കണ്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമരസമിതി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കുകയും സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും ഉറപ്പു നൽകിയിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അവയിൽ ഒന്നിനു പോലും പരിഹാരം കാണാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഈ അവസരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടില്ല. എന്നാൽ പുതിയ പിണറായി സർക്കാരിന് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയിരുന്നു. ഇതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെടാനാണ് കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. രക്തദാനത്തിലൂടെ മാതൃക പകർന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കാഞ്ഞങ്ങാട് സദ്ഗുരു സ്വാമി നിത്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ NSS യൂണിറ്റാണ് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നത്. സദ്ഗുരു സ്വാമി നിത്യാനന്ദ കോളേജിന്റെയും ജില്ലാ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. കോളേജിന്റെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പ് ജില്ലാ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സംഗീത ഉദ്ഘാടനം ചെയ്തു. രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണവും നൽകി. NSS വളണ്ടിയർ സെക്രട്ടറി സ്വാതി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. രക്തദാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്. മാനേജ്മെന്റ് പ്രതിനിധി ഗണേഷ് KV, കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീരാജ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. പ്രശാന്ത്, ബാസിം, വൈശാഖൻ, ജിതിൻ, ശ്രീരാഗ്, അക്ഷയ, ജിതേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പരവനടുക്കം മോഡൽ റെസിഡന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച സോപ്പിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സോപ്പ് നിർമ്മാണം നടക്കുന്നത്. കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ കൃഷ്ണപ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മായമില്ലാത്ത സോപ്പ് എന്നതിലുപരി കുട്ടികൾക്ക് സ്വയം തൊഴിൽ പരിശീലനം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂളിൽ ഇങ്ങനെയൊരു സംരംഭം ആരംഭിച്ചത്. പരിപാടിയിൽ സീനിയർ സൂപ്രണ്ട് ബെന്നി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷിജു, M രാധാകൃഷ്ണൻ, ഷെരീഫ്, വിജയകുമാർ, വിജയൻ, NSS കോർഡിനേറ്റർ ഭാവന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സന്തോഷ് പിലിക്കോടാണ് കുട്ടികൾക്ക് സോപ്പ് നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത്. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ 27-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കും. കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഓൾ കേരള കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കും. ആഗസ്റ്റ് 27-നാണ് കൺവെൻഷൻ നടക്കുന്നത്. കരാറുകാരുടെ വർദ്ധിച്ചുവരുന്ന കുടിശ്ശിക പ്രശ്നവും പൊതുമരാമത്തും മാനുവൽ പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടും. വർക്കുകൾക്ക് പണമനുവദിക്കാത്ത പ്രശ്നങ്ങളും കൺവെൻഷനിൽ ചർച്ചയാവും. കൺവെൻഷൻ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് KC ജോൺ കൺവെൻഷനിൽ പങ്കെടുക്കും. അതേപോലെ ഇതിലും ഇപ്പോൾ ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന സംഘടന നമ്മുടെയാണ്. അതിനുശേഷം ഇപ്പോൾ ഫെഡറേഷൻ, ഓർഗനൈസേഷൻ, ഇങ്ങനെയൊക്കെ പല സംഘടനകളും വന്നു. പക്ഷേ എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്. കാരണം ഞങ്ങളെല്ലാവരും പണ്ട് 1 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻ്റ് വെക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 പിന്നെ 50 100 ഇപ്പോൾ 200 എല്ലാവരും ഏത് ചെറിയ വർക്കിന് 5000 രൂപയുടെ വർക്കായാലും 50 കോടിയുടെ വർക്കായാലും ഈ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് എഗ്രിമെൻ്റ്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മൊയ്തീൻകുട്ടി ഹാജി, ജില്ലാ സെക്രട്ടറി M ശ്രീകണ്ഠൻ നായർ, MS പ്രദീപ്, മജീദ് ചട്ടഞ്ചാൽ, ഹനീഫ പൈബളിക, ജോയ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. തീരദേശ മേഖലയിലെ മണ്ണെണ്ണ പെർമിറ്റ് ദുരുപയോഗത്തിനെതിരെ അധികൃതർ നടപടി ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അവലോകന യോഗവും വിളിച്ചു ചേർത്തു. എല്ലാ സംഘം മുഖേന. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സ്യബന്ധന തൊഴിലിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം ഓയില് സംഘം മുഖേന എടുക്കണം എന്നുള്ള മത്സ്യഫെഡ് നിഷ്കർഷിക്കുന്നത്. ട്യൂട്ടി ഓയിൽ മത്സ്യഫെഡ് പല ജില്ലകളിലും ഓരോ കമ്പനിയാണ്. 3 കമ്പനികളും ഇന്ന് സംസ്ഥാനത്ത് ട്യൂട്ടി ഓയിൽ വിതരണം നടത്തുന്നത്. നമുക്ക് അത് HPCL ആണ്, ട്യൂട്ടിയാണ്. ഈ ട്യൂട്ടി ഓയിൽ സംഘത്തിന്റെ ഒരു ബിസിനസിന്റെ ഒരു ഇത് കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണ് സംഘം മുഖേന തൊഴിലാളികൾ സംഘം വിതരണം ചെയ്യുന്ന ഓയിൽ എടുക്കണം എന്ന് പറയുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് റൂൾ നിർദ്ദേശമോ കാര്യങ്ങളൊന്നുമില്ല. അത് സഹകരണ സംഘവും തൊഴിലാളികളും മത്സ്യഫെഡും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് മത്സ്യഫെഡ് കൊടുക്കുന്ന ഓയിൽ സംഘത്തിലൂടെ വിതരണം ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ സബ്സിഡി നിരക്കിൽ അനുവദിക്കുന്ന മണ്ണെണ്ണ പെർമിറ്റ് ദുരുപയോഗം ചെയ്യുന്നതായിട്ടാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ജില്ലയിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജയനാരായണൻ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി അവലോകന യോഗം വിളിച്ചു. യോഗത്തിൽ മത്സ്യഫെഡ് ജില്ലാ ജനറൽ മാനേജർ വനജ വിഷയം അവതരിപ്പിച്ചു.
മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ സഹകരണ സംഘം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജയനാരായണൻ അധ്യക്ഷനായി. പ്രൊജക്ട് ഓഫീസർ ഷെരീഫ് സംസാരിച്ചു. സന്മയി പ്രധാന വാർത്തകൾ വീണ്ടും. ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ലോഡ്ജിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. ആശുപത്രി ജീവനക്കാരനടക്കം 3 പേർ അറസ്റ്റിൽ. സംഭവം പുറം ലോകമറിഞ്ഞത് 2 ദിവസത്തിന് ശേഷം. നേരത്തെ മുങ്ങുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ കളക്ടർ ജീവൻ ബാബു. ദേശീയപാത വികസനത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും ജില്ലാ കളക്ടർ. നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികം. ഉത്സവാന്തരീക്ഷം പകർന്നു CPMന്റെ സാംസ്കാരിക ഘോഷയാത്ര. ദേശീയപാത വികസനത്തിന്റെ പേരിൽ വീടും തൊഴിലിടങ്ങളും നഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാൻ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് NH-17 ആക്ഷൻ കൗൺസിൽ. ഈ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടാവണമെന്നും ആക്ഷൻ കൗൺസിൽ. അവഗണനയിൽ വീർപ്പുമുട്ടി മംഗൽപാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ല. തീരദേശ മേഖലയിലെ മണ്ണെണ്ണ പെർമിറ്റ് ദുരുപയോഗത്തിനെതിരെ നടപടി ശക്തം. കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷയെന്ന് മുന്നറിയിപ്പ്. ഓണറേറിയം വിതരണം വൈകുന്നു. ആശാ വർക്കർമാർ സമരരംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.